അമ്മാ ഓ അമ്മാ എന്താ അമ്മോ എന്തോന്ന് കൊച്ചേ പയ്യ അമ്മ എന്ത് പറ്റി? എനിക്ക് കുറച്ച് വെള്ളം വേണം. ചൂടുവെള്ളം. ഓ പിന്നെ പാലും മുട്ടയും ഇന്നലെ മേടിച്ച ഏത്തപ്പഴം. ഓ ഇത്രയും ദൂരം ചാടിത്തുള്ളി വന്ന് നിനക്ക് അങ്ങോട്ട് വരാൻ വയ്യ. അവിടെ പണിയെടുക്കണം, ഞാൻ ഇങ്ങോട്ട് കൊണ്ടു തരണം. വയ്യ അമ്മ, എനിക്ക് ഇനി ഒരടി നടക്കാൻ വയ്യ. മുട്ടയും പോലെ ഇങ്ങോട്ട് കൊണ്ടുവന്ന കഴിക്കാൻ പറ്റുമോ? അത് കഴിച്ചാലേ എനിക്ക് ഇനി എണീക്കാൻ പറ്റുള്ളൂ. 2.5 മണിക്കൂറാണ് ഞാൻ ഇറങ്ങി കിടന്ന് പ്രാക്ടീസ് ചെയ്തത്. എന്നോട് ആരെങ്കിലും പറഞ്ഞ വല്ല പിള്ളേരെ ഇടി വാങ്ങിച്ചോണ്ട് വരാം, ഇവിടെ എവിടെയെങ്കിലും കിടന്നാ പോരെ. ഗോൾഡ് മെഡൽ, ഇന്ത്യക്ക് ഒരു ഗോൾഡ് മെഡൽ. ഇന്ത്യക്ക് ഒരു രക്തസാക്ഷി, അത് ഉറപ്പാ. നെഗറ്റീവ് അടിക്കാതമ്മ. പാടിയുണ്ടേ. ഓ ഓ റെഡിയായാ? നീ ചായ എടുക്ക്, എനിക്ക് പെട്ടെന്ന് ബാങ്കിൽ എത്തണം, ഫോൺ വന്നു. പാലിടമ്മ, നീ അത് അവിടെ വന്ന് എടുത്താ മതി പ്ലീസ് അമ്മ. ഇതിനൊക്കെ എന്ത് ചെയ്യണമെന്നറിയോ? ഓ സഹോദരൻ എഴുന്നേറ്റാ? പിന്നെ എനിക്കത് എങ്ങനെ ഇവിടെ നിക്കണേ? ഓ കോമഡി. ഹലോ, പറയടി. എവിടെ? ബസ് സ്റ്റാൻഡിലാ? വേണ്ട വേണ്ട വേണ്ട, നീ അവിടെ തന്നെ നിന്നാ മതി. ഓ ഞാൻ അതാ എത്തി. ഹരിജി, എന്റെ ഫ്രണ്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യണം. അച്ഛാ ഞാൻ അതാ വരുന്നേ. റിങ്കി ചാവി എടുത്തോണ്ട് എനിക്ക് പോണം. റിങ്കി അച്ഛാ, ചേച്ചി ഇപ്പം വണ്ടി ഇവിടെ മാത്രല്ല റോഡിൽ ഓട്ടിക്കണം. ആണോ? പിന്നെ അല്ലാണ്ട് ഇതിപ്പോ ഏതോ ഒരു ഫ്രണ്ടിനെ കാണാൻ പോണേ. എന്റെ വണ്ടി പിന്നെ അല്ലാതെ ആരെ വേണ്ടില്ല അച്ഛാ. അച്ഛാ ഇപ്പൊ പോയ പെട്ടെന്ന് ഓടി എവിടെന്നോ. റിങ്കി നിക്ക് റിങ്കി. റിങ്കി എങ്ങോട്ട് പോയത്? അവൾ എങ്ങോട്ടോ പോയി. ഇതിനെയൊക്കെ കൊണ്ട് എന്തൊരു ശല്യാണെന്ന് നോക്കണേ. ഇന്നിവിടെ പലതും നടക്കും. എനിക്ക് പോവാൻ സമയമായി. പിങ്കി, ഒന്ന് നിന്റെ ചേച്ചി ഒന്ന് വിളിക്ക്. 2 പ്രാവശ്യം വിളിച്ചച്ചാ. ഒന്നുകൂടി വിളി പിങ്കി. രവിയേട്ടാ ചായ. 2 ചായ കുടിച്ചില്ലേടി? ഇടയ്ക്കിടയ്ക്ക് ചായ കൊണ്ടുവരാ. നീ ഒന്ന് ചായ കട നടത്തുന്ന ടെൻഷൻ അടിച്ച് നിൽക്കണ കണ്ടപ്പോ അത് മാറണമെങ്കിൽ മാറിക്കോട്ടെ എന്ന് കരുതി ഒരു ചായ കൊണ്ട് തന്നപ്പോ അതിപ്പോ എന്റെ തെറ്റായ? ചായ കുടിച്ച ടെൻഷൻ മാറൂ? ബാങ്കിൽ എല്ലാരും വന്നു. ആദ്യം എത്തുന്നത് ഞാനാണ്. രാംകുമാർ സാർ വന്നു കാണും. വന്നാൽ എന്നെ അന്വേഷിക്കുകയും ചെയ്യും. എങ്കിൽ ഇപ്പൊ ഇവിടെ വിളി വരും. അവൾ വീണ്ടും എടുക്കണല്ലോ അച്ഛാ. അവൾ എടുക്കണ്ട. അവളിങ്ങി വരട്ടെ. ഇനി എന്റെ വണ്ടിയിൽ അവൾ തൊട്ട് അവളുടെ കൈ ഞാൻ വെട്ടും. ചായ ഈ ചേട്ടൻ വേണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ കുടിച്ചു തുടങ്ങി. എപ്പോഴാണ് നിന്നോട് ചായ വേണ്ടെന്ന് പറഞ്ഞത്? വേറെ എടുക്കട്ടാ. നിന്റെ വായും വെച്ചോണ്ട് മിണ്ടായി. അതെ, ഇനിയിപ്പോഴേ ഓട്ടോ ഒന്നും വിളിക്കാൻ നിൽക്കണ്ട, അവളിപ്പോ ഇങ്ങ് വരും. ഒരു കാറ് വാങ്ങിച്ചാ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇവിടെ. ഈ വീടിന്റെ EMI എത്രയാണെന്ന് നിനക്ക് അറിയാമോ? എത്ര അച്ഛാ? പറഞ്ഞു കൊടുറി. ശരിക്കും എത്രയായിരുന്നു? 40,000-ന് പുറത്ത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്റെ കയ്യിൽ നിന്ന് ബാങ്കിൽ കിട്ടുന്നത് എത്രയാണെന്ന് അറിയാമോ? അറിയാമെങ്കിൽ ഇങ്ങ് പറഞ്ഞാ പോരെ. പറഞ്ഞിട്ട് എന്ത് കാര്യം? അന്നേ ഞാൻ പറഞ്ഞതാണ് ഇത്രയും വലിയ വീട് വെക്കേണ്ടത്. അപ്പൊ എല്ലാ സൗകര്യമുള്ള വീട് വേണം. ഇപ്പോഴോ ഞാൻ ബാക്കിയുള്ള കിടന്ന് കഷ്ടപ്പെടണം. വീട് വാങ്ങാനുള്ള പൈസ തരാന്ന് അച്ഛൻ പറഞ്ഞല്ലേ, അപ്പൊ വലിയ അഭിമാനി. എന്നിട്ട് അച്ഛൻ എനിക്ക് തന്ന സ്വർണ്ണം അത്ര കൊണ്ട് വിൽക്കുകയും ചെയ്തു. മണി നീ നിർത്ത്. ഒന്നാ ഞാൻ ദേഷ്യം വന്ന് നിൽക്കുകയാണ്. ചേച്ചി അതെന്ന് തോന്നുന്നു. ഇങ്ങി വരട്ടെ. ഇപ്പൊ കാണിച്ചു കൊടുക്കാം. കൊച്ചിനെ അടിക്കല്ലേ. കൊടുക്കണേ കൊടുക്കട്ടമ്മ. ഓ ദൈവമേ, ഒരെണ്ണം കിട്ടിയാ